ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്ന് 2ാം ക്ലാസ്സിലെ ഉദ്ഗൃത പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫസ്റ്റ് ടൈം ഓണം എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനം ഒന്ന് നിങ്ങൾ കണ്ടോ? നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവിടെ ഒരു മഴയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഒഴുകുന്ന പുഴയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. നല്ല മഴയിൽ പുഴ നിറഞ്ഞു, പുഴ നിറഞ്ഞൊഴുകി, മീനുകൾ തുള്ളിച്ചാടി, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, മലയിൽ നിറയെ പൂമരങ്ങൾ, ഇരുവശത്തും പച്ച വിരിച്ച വയലുകൾ, മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി, പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാടം, ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ, പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു, പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. അപ്പോൾ ഇവിടെ പ്രവർത്തനം തന്നിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഒഴുകുന്ന പുഴയുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് നോക്കാം. പുഴ നിറഞ്ഞത് എപ്പോഴാണ് നിറഞ്ഞത്? അതുപോലെ തന്നെ മീനുകൾ എന്താണ് ചെയ്തത്? മലയിൽ നിറയെ എന്താണ്? പുഴയ്ക്ക് കിറകെ എന്താണ്? എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടമായത്? ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാരണമെന്ന്. പുഴ നിറഞ്ഞത് എപ്പോഴാണ്? മഴ പെയ്തപ്പോൾ അല്ലേ. മീനുകൾ എന്താണ് ചെയ്തത്? മീനുകൾ തുള്ളിച്ചാടി. മലയിൽ നിറയെ എന്താണ്? പൂമരങ്ങൾ. പുഴയ്ക്ക് കുറുകെ എന്താണ്? വലിയ പാലം അല്ലേ. എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത്? പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നപ്പോൾ പുഴയുടെ നിറം മാറിയല്ലേ കൂട്ടുകാരെ. അപ്പോഴാണ് പുഴയ്ക്ക് സങ്കടം വന്നത്. അടുത്ത ചോദ്യം നോക്കാം. പൂമരത്തിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. പൂക്കൾക്ക് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ നിറം 6 പൂക്കൾക്ക് നൽകണം, ചുവപ്പ് നിറം 5 പൂക്കൾക്ക്, നീല നിറം 14 പൂക്കൾക്കും നൽകണം. മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കളുണ്ട്? മഞ്ഞ 6 എണ്ണവും ചുവപ്പ് 5 എണ്ണമാണ് അല്ലേ. 6+5 എത്രയാണ്? 7, 8, 9, 10, 11 അല്ലേ. അപ്പോൾ 11 പൂക്കളാണ്. മരത്തിൽ ആകെ എത്ര പൂക്കളുണ്ട്? എല്ലാം കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ 6ഉം 5ഉം 11 നമ്മൾ ഓൾറെഡി കൂട്ടി. ഇനി 11ഉം 14ഉം കൂട്ടണം അല്ലേ, നീല കളറുള്ള. അപ്പോൾ 11ഉം 14ഉം കൂട്ടിയാൽ എത്രയാണ്? 25. അപ്പോൾ മരത്തിൽ ആകെ 25 പൂക്കളാണുള്ളത്. ഇനി കാറ്റ് വീശി 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകും? അല്ലേ. മഞ്ഞപ്പൂക്കൾ 3 എണ്ണം വീണു, നീലപ്പൂക്കൾ 2 എണ്ണം വീണു, 5 പൂക്കൾ താഴെ വീണു അല്ലേ. 25ൽ നിന്നും 5 കുറച്ചാൽ എത്രയാണ്? 20 അല്ലേ. ബാക്കി 20 പൂക്കളാണ് മരത്തിലുള്ളത്. അടുത്ത കണ്ടോ കൂട്ടുകാരെ. മാമല മേലെ പൂമരമുണ്ടേ, തെന്മണമൊഴുകും പൂവുകളുണ്ടേ, പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ടേ അല്ലേ. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. മാമല മേലെ പൂമരമുണ്ടേ, തേന്മണമൊഴുകും പൂവുകളുണ്ടേ, പൂവുകൾ തോറുന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് കൂട്ടിച്ചേർക്കണം വരികൾ. പൂവുകൾ തോറും പാറി നടക്കും പൂമ്പൊടി തിന്നും വണ്ടുകളുണ്ടേ, മാമലമേലെ പൂമരമുണ്ടേ, തേന്മണമൊഴുകും പൂവുകളുണ്ടേ, പൂവുകൾ തോറും പാറി നടക്കും കലപിലക്കൂട്ടും കിളികളുണ്ടേ. താഴെ ബോക്സിലായിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ കവിത പൂരിപ്പിക്കേണ്ടത് കേട്ടോ. പൂമ്പടി തിന്നും എന്ന് കൊടുത്തിട്ടുണ്ട്, കലപില കൂട്ടും എന്ന് എഴുതിയിട്ടുണ്ട്, മൂളിപ്പാടും എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അടുത്ത പ്രവർത്തനം കണ്ടോ. ഗ്രാമക്കാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. വായിച്ച് ഗ്രാമത്തിലെ കാഴ്ചക്ക് നേരം ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമം കണ്ടോ നിങ്ങളെ. തെങ്ങുകളും നെൽപ്പാടങ്ങളും കൃഷി ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ഗ്രാമക്കാഴ്ചകൾക്ക് നേരെ ടിക്ക് ചെയ്യണം. നോക്കാം. പീലി വിടർത്തി ആടുന്ന തെങ്ങുകൾ ഉണ്ടല്ലേ. അപ്പം അതിന് ടിക്കിടണം. ആളുകളുടെ തിക്കും തിരക്കുണ്ടോ? അതിലേ ഇല്ല. പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ ഉണ്ടല്ലേ. അപ്പം അതിന് നേരെ ടിക്കിടണം. തിരക്കു കുറഞ്ഞ റോഡുകൾ അതുണ്ട് അല്ലേ, ടിക്കിടണം. കൂറ്റൻ കെട്ടിടങ്ങളുണ്ടോ? അതിലേ ഇല്ല. കളകളും പാടി ഒഴുകുന്ന തോടുകൾ ഉണ്ടല്ലേ. വയൽവരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ അതുമുണ്ട്. അപ്പം നമ്മൾ അതിലുള്ളതൊക്കെ ടിക്കിട്ട് കഴിഞ്ഞു. അടുത്ത പ്രവർത്തനം കണ്ടോ നിങ്ങളെ. പഴക്കുട. പൂമരം മാത്രമല്ല, മലയിൽ നിറയെ പഴങ്ങളുമുള്ള മരങ്ങളുണ്ട്. സപ്പോട്ട, പേരക്ക, ചാമ്പ, മാവ്. കാറ്റ് ആഞ്ഞു വീശി പഴങ്ങൾ താഴേക്ക് വീണു. കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു.
എത്ര പഴങ്ങളുണ്ടെന്ന് ആണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ കൂട്ടം ഒന്നുകൾ ആകെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതൊന്ന് ഫില്ല് ചെയ്യാം. ടോട്ടൽ കാണണം കേട്ടോ. നോക്കാം നമുക്ക്. സപ്പോട്ട കണ്ടോ, 10ൻ്റെ എത്ര കൂട്ടം സപ്പോട്ട ഉണ്ട്? 2 കൂട്ടമുണ്ട്. അപ്പോൾ 20ആയി അല്ലേ? എത്ര ഒന്നുകളുണ്ട്? 3 ഒന്നുകളുണ്ട്. അപ്പോൾ ആകെയായി എത്രയായി? 23. പേരയ്ക്കയോ 3 10ൻ്റെ കൂട്ടമാകുമ്പോൾ 30, 6 ഒന്നുകളാവുമ്പോൾ 36. ചാമ്പക്ക 4ആണുള്ളത്, 5ൻ്റെ ഒന്നുകളുമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 45ആണ്. മാങ്ങയാണെങ്കിലോ 10ൻ്റെ ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ, ഒറ്റ ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 അല്ലേ? ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? ചാമ്പയ്ക്കയാണ് അല്ലേ? ചാമ്പയാണ് 45 ഉള്ളത്. പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കൂ. 10, 23, 36, 45. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അത് കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.